എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വിനീസ് ടേസ്റ്റി കോർണർ. ഇന്ന് നമ്മൾ ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് റെഡിയാക്കാൻ പോകുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാവും, അധികം സമയമൊന്നും എടുക്കില്ല. നമുക്കതിന് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് 1 കിലോൻ്റെ അടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഈ ചിക്കനിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇനി ഗരം മസാല 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് നേരം വയ്ക്കുകയാണെങ്കിൽ മസാലയെല്ലാം നമ്മൾ ചിക്കനിലേക്ക് പിടിച്ച് വരും. പെട്ടെന്ന് റെഡിയാക്കുകയാണെങ്കിലും കുഴപ്പമില്ല. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഒരു അരമണിക്കൂറെങ്കിലും വെച്ച് കൊടുക്കാം. അല്ലെങ്കിലും നമ്മൾ പെട്ടെന്ന് റെഡിയാക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്കിത് ചിക്കൻ ഒരു പാനിലേക്ക് എടുക്കാം. നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ചിക്കൻ ആദ്യം എടുക്കാം. ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തേങ്ങാപ്പാലിലാണ് വേവിക്കുന്നത്. തേങ്ങാപ്പാലിൽ വേവിക്കുമ്പം ഈ ചിക്കന് പ്രത്യേകം ഒരു ഫ്ലേവർ ഉണ്ടാവും. അപ്പം ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പം ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞിട്ട് തേങ്ങാപ്പാലെല്ലാം വറ്റി വരണം. ഇതിപ്പോൾ നന്നായിട്ട് തേങ്ങാപ്പാലെല്ലാം വറ്റി നമ്മൾ ചിക്കനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഇതൊന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേറൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. നമ്മൾ നാടനായിട്ടായതുകൊണ്ട് വെളിച്ചെണ്ണയാണ് എടുത്തത്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ച 2 സവോള ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവോളയാണ്, 2 എണ്ണം. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റണം. നമ്മളിനി ഇതിലേക്ക് സെപ്പറേറ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ഓൾറെഡി ചിക്കനിൽ ആഡ് ചെയ്ത് വേവിച്ചതുകൊണ്ട്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ബ്രൗൺ കളറായി തുടങ്ങിയാൽ മതി. ആ ടൈമിൽ തന്നെ നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഇതിപ്പം ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ ചിക്കനിലുള്ള എക്സ്ട്രാ ഉള്ള തേങ്ങാപ്പാലെല്ലാം വറ്റി ചിക്കൻ നന്നായിട്ട് റോസ്റ്റായിട്ട് വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കളറെല്ലാം മാറി വരും. നല്ലൊരു ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പം ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 2-3 പച്ചമുളക്, അത് എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 തക്കാളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ സീഡ്സ് എല്ലാം കളഞ്ഞെടുത്തതാണ്. അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. തേങ്ങാപ്പാലൊക്കെ ചേർത്തതുകൊണ്ട് വളരെ നല്ല ഫ്ലേവറാണ്. ഇത് ഈസിയാണ് റെഡിയാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.